എന്ന തലത്തിലേക്ക് ആദ്യം ഉയർന്നു വന്നെങ്കിലും ഇത് പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിഷേധം, അക്രമ സംഭവങ്ങൾ, അതായത് സംഘർഷം ഏത് സമയത്തും പൊട്ടിപ്പുറപ്പെടാം എന്ന തലത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നു. ഇതിനെ അനുകൂലിച്ചും എതിർത്തുമുള്ള മുദ്രാവാക്യങ്ങളും പ്രകോപനപരമായ രീതിയിൽ അടക്കമുള്ള മുദ്രാവാക്യങ്ങളും മറ്റുമായി ഇപ്പോഴും ഇവിടെ മറൈൻ ഡ്രൈവിലും പരിസരത്തും ആൾക്കൂട്ടം തുടരുകയാണ്. ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസ് വലിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അർദ്ധസൈനിക വിഭാഗത്തിനടക്കം രംഗത്തിറക്കിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും പരിസരത്ത് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വാഹനങ്ങൾ ഇപ്പോഴും ഇതുവഴി കടന്നു പോകാൻ ബുദ്ധിമുട്ടുന്നതായി കാണാൻ സാധിക്കുന്നു. എന്തായാലും പ്രതിഷേധം നേരത്തെ നിശ്ചയിച്ച സമയത്ത് നടത്താനായിട്ടില്ല. ആശയപരമായി വലിയ ഒരു വിപ്ലവം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തലത്തിലേക്ക് ഈ ഒരു ആശയം ഉയർന്നു വന്നെങ്കിൽ പോലും ഇതിനെതിരെ ഇപ്പോൾ കൊച്ചിയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. കൊച്ചി ഒരു ക്രമസമാധാന പ്രശ്നമായി ഈ സമരം വളരുന്നു എന്നുള്ളതിന്റെ സൂചനയാണെന്ന് തോന്നുന്നു ഇപ്പോൾ നടക്കുന്നത്. അവിടെ പ്രതിഷേധക്കാർ റോഡിലിറങ്ങി പ്രതിഷേധിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഒരു അക്രമാസക്തമായ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒരു ഘട്ടത്തിൽ SDPI പ്രവർത്തകർ എത്തിയിരുന്നു. ഒരു തരത്തിലും ഇത്തരമൊരു പ്രതിഷേധം, ചുംബന പ്രതിഷേധം മറൈൻ ഡ്രൈവിൽ അനുവദിക്കില്ല, കേരളത്തിന്റെ സംസ്കാരത്തിനും കേരളത്തിന്റെ പാരമ്പര്യത്തിനും എതിരാണ് എന്നായിരുന്നു ഈ പ്രതിഷേധക്കാരുടെ വാദം. ഇപ്പോൾ വലിയ തോതിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ച് വലിയ തോതിലുള്ള പോലീസ് സേനയെയും വിന്യസിച്ചിരുന്നു. എന്നാൽ അതിനെല്ലാം കടത്തിവിട്ടുന്ന അത്തരം വിലയിരുത്തലുകളെല്ലാം കടത്തിവിട്ടുന്ന ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ മറൈൻ ഡ്രൈവ് പരിസരത്ത് നടക്കുന്നത്. ശിവസേന, സമസ്ത യുവജന സംഘടന, KSU എന്നീ സംഘടനകൾ ഇതിനകം പ്രതിഷേധവുമായി എത്തി. ഇനിയും മറ്റു പല സംഘടനകളും പ്രതിഷേധവുമായി മറൈൻ ഡ്രൈവിലേക്ക് എത്തും. ചുംബന സമരം നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇവർ ഉറച്ചു നിൽക്കുന്നത്. ചുമര സമരത്തിനെത്തിയ ആളുകൾ 800ഓളം പേരെത്തുമെന്നായിരുന്നു സംഘാടകർ നേരത്തെ അറിയിച്ചിരുന്നത്. എത്ര പേർ എത്തിയിട്ടുണ്ടെന്നോ സമരം നടക്കുമെന്നോ ഇപ്പോഴും ഉറപ്പില്ല. അവരെല്ലാം ലോ കോളേജ് മറൈൻ ഡ്രൈവിനോട് മുമ്പത്തെ ഒരവസ്ഥയിൽ കുറച്ചൊരു മാറ്റം അതുകൊണ്ട് വാഹനങ്ങൾ ബസ്സുകളൊക്കെ തന്നെ പോലീസ് ഇടപെട്ടിപ്പോൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ആളുകൾ ചിലർ പൂർണ്ണമായും പ്രശ്നങ്ങളിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ക്യാമറ ദൃശ്യങ്ങളിൽ നോക്കിയാണെങ്കിൽ മൈതാനത്ത് നിരവധി ആളുകൾ കൂടി നിൽക്കുന്നത് കാണാം. വഴിയിലുണ്ടായിരുന്ന ആളുകളെ നോക്കിയാണ് പോലീസ് അവിടെ നിന്ന് നീക്കി മൈതാനത്തേക്ക് കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വാഹനഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിക്കുന്നതിനെ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പരിപാടി ഇപ്പോൾ നടക്കില്ല എന്നുള്ള സൂചനകൾ പല കേന്ദ്രങ്ങളിൽ ഇവിടെയുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടി ഞാൻ തോന്നുന്നു നിരവധി ആളുകൾ ഇപ്പോൾ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂറോളം വാഹനഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ച ഒരു നിലയിലായിരുന്നു. പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതാൽ മറൈൻ ഡ്രൈവിലേക്ക് നിരവധി ആളുകൾ ഞായറാഴ്ചകൾ എത്തുന്ന പതിവുണ്ട്. പ്രത്യേകിച്ച് കുടുംബവുമായിട്ടൊക്കെ നിരവധി ആളുകൾ ദൂരസ്ഥലങ്ങളിൽ പോലും വരാറുണ്ട്. ഇവരൊക്കെ ഇന്ന് ഈ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള ആളുകൾ വളരെയധികം ഇവിടെ കൂടെ ഇടയാക്കിയത്. എന്തായാലും പോലീസ് ഇടപെട്ട് ഇപ്പോൾ വാഹനഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നു. ബസ്സുകൾ മറ്റും ഇപ്പോൾ മറൈൻ ഡ്രൈവ് ഭാഗത്തുകൂടി ഇപ്പോൾ നീങ്ങുന്നുണ്ട്. വഴിയരികിൽ കൂടി നിൽക്കുന്ന ആളുകളെ ഇപ്പോൾ ഒരു വശത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ സംഘടനകളും സംഘങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അവരൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് പിരിഞ്ഞുപറ്റി 2 എരുമകളെ പോത്തിനെയും കൊണ്ടുവന്നിരുന്നു. അവർ മുഴക്കിയിരുന്ന മുദ്രാവാക്യം നാൽക്കാലികളുടെ സംസ്കാരം ഇരുകാലികൾക്ക് ചേരില്ല എന്ന് പറഞ്ഞ 2 പോത്തുകളെയും മുഖംമൂടി ആൾക്കാരുമാണ് സമരം. കൊച്ചി മേയർ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ലോ കോളേജിന്റെ ഭാഗത്തേക്ക് നന്നായെന്ന ചില പോലീസുകാരുണ്ടായിരുന്നു. കാരണം ഈ സമരം കൈകാര്യം ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഇതിന് സമരം നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് ഇപ്പോഴും ഇവിടെ തുടരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 മണിക്ക് ഇവിടെ അവർ സമരം നടത്താൻ എത്തുകയാണെങ്കിൽ അത് വളരെ ഒരു ക്രമസമാധാന പ്രശ്നം തന്നെ ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്നും സമരവേദി ലോ കോടതി പരിസരത്തേക്ക് മാറ്റിയത് വളരെ നന്നായി എന്നാണ് പോലീസുകാർ പറഞ്ഞത്. ഇവിടെ കാണാനെത്തിയ ആൾക്കാരും കൂടാതെ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ള ആരും ഇവിടെ പിരിഞ്ഞു പോയിട്ടില്ല. SDPIയുടെ പ്രവർത്തകരും പ്രതിഷേധിക്കാനെത്തിയിരുന്നു. നേരത്തെ വനിതാ കമ്മീഷനും ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇത്തരം സമരമാർഗം ശരിയല്ല, നിയമം കയ്യിലെടുക്കാൻ ആര് ശ്രമിച്ചാലും അത് ശരിയല്ല എന്ന് വനിതാ കമ്മീഷൻ അഭിപ്രായപ്പെട്ടിരുന്നു.
അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടുകളെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന പ്രതിഷേധ സമരങ്ങൾ. ഹൈക്കോടതിയും അത്തരമൊരു നിർദ്ദേശം നൽകിയിരുന്നു. ശക്തമായ സുരക്ഷ ഒരുക്കണമെന്ന്, അനിഷ്ട സംഭവം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക ശ്രമിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. പ്രവർത്തക ഹിമാശങ്കറും ചേർന്നു. ഹിമാശങ്കർ, ചുംബിച്ച് പ്രതിഷേധിക്കാനുള്ള നീക്കം ഇപ്പോൾ ആ സമരമാർഗം നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. നിങ്ങളുടെ ഈ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഒരു സംഘം ആളുകൾ തടഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ.